തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഒരു മുഴം മുന്നേ ഇറങ്ങി കോൺഗ്രസിന്റെ നിർണായക നീക്കം. 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യമേ കളത്തിൽ KS ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥി. മത്സരിക്കുക കവടിയാറിൽ, ജോൺസൺ ജോസഫ് ഉള്ളൂരിൽ, മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റിട്ട നീതു വിജയൻ വഴുതക്കാട്. മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ച. PM ശ്രീ വിവാദത്തിൽ കുറ്റസമ്മതവുമായി CPIM സംസ്ഥാന സെക്രട്ടറി. മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാത്തത് വീഴ്ച, പുനഃപരിശോധന തീരുമാനിച്ചത് വീഴ്ച ഉള്ളതുകൊണ്ടെന്നും MV ഗോവിന്ദൻ. അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷ നേതാവിന് എണ്ണി മറുപടി. PM ശ്രീ മരവിപ്പിക്കലിന് പിന്നാലെ കേന്ദ്രം തടഞ്ഞുവെച്ച SSK ഫണ്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മന്ത്രി V ശിവൻകുട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുമായി നടന്ന ചർച്ച പോസിറ്റീവെന്ന് മന്ത്രി. 10-ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ചയ്ക്ക് ശ്രമം. തുടർ നടപടികൾ മുന്നണിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മാത്രമെന്നും ശിവൻകുട്ടി. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വിവാദം കത്തിപ്പടർന്നതോടെ PMA സലാമിനെ തള്ളി മുസ്ലിം ലീഗ്. രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറത്ത് വ്യക്തി അധിക്ഷേപം പാടില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാർട്ടിയുടെ രീതി ഇതല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സലാം പരസ്യമായി മാപ്പ് പറയണമെന്ന് CPIM. സലാമിനെതിരെ പോലീസിൽ പരാതി. प्रज्वलन और LVM 3 M5 का उत्थापन द्वितीय प्रमोचन मंच से. We have a magnificent lift off the LVM 3 M5 CMS-03 mission. ISROയുടെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി. CMS-3യുടെ വിക്ഷേപണം വിജയം. വിക്ഷേപണം നടന്നത് ശ്രീഹരിക്കോട്ടയിൽ. സമുദ്രാനന്തര ആശയവിനിമയത്തിൽ നാവികസേനയ്ക്ക് കരുത്തേകും. ഉപഗ്രഹത്തെ ഭൂസ്ഥിര ഭ്രമണ പഥത്തിൽ എത്തിച്ചത് LVM 3 റോക്കറ്റ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തി പരസ്യമാക്കി പ്രേംകുമാർ. ഔദ്യോഗിക അറിയിപ്പ് കിട്ടാത്തതിൽ വിഷമം. റസൂൽ പൂക്കുട്ടി സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിച്ചില്ല. ആശാസമരത്തെ പിന്തുണച്ചിട്ടില്ലെന്നും പ്രേംകുമാർ ന്യൂസ് മലയാളത്തോട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമയുദ്ധത്തിന് തമിഴ്നാട്. SIR നിർത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക്. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം SIR മതിയെന്ന് സർവകക്ഷി യോഗം. യോഗത്തിൽ പങ്കെടുക്കാതെ TVK. കേരളത്തിലെ SIR സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പരസ്യവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 90 റൺസ് പിന്നിട്ടു. ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി കപ്പടിക്കാൻ ഇന്ത്യയുടെ പെൺപുലികൾ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിൽ ഒപ്പമെത്തി ഇന്ത്യ. മൂന്നാം 2020യിൽ ഓസീസിനെ 5 വിക്കറ്റിന് തകർത്തു. 187 റൺസ് വിജയലക്ഷ്യം 19-ാം ഓവറിൽ മറികടന്നു. അർഷ്ദീപ് സിംഗ് കളിയിലെ താരം. കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ ഒഴുക്കിൽപ്പെട്ട 3 മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ബംഗളൂരു സ്വദേശികൾ. ഒഴുക്കിൽപ്പെട്ടത് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ. കാസർഗോഡ് ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കിയ കുടുംബത്തിന് മുന്നിൽ വഴങ്ങി ദേശീയപാത അതോറിറ്റി. വീട് ഇന്ന് പൊളിക്കില്ലെന്ന് ഉറപ്പ്. കുടുംബം പ്രതിഷേധിച്ചത് നഷ്ടപരിഹാരം നൽകാതെ വീട് പൊളിക്കുന്നതിൽ. തുടർ ചർച്ചയ്ക്ക് ശേഷം മാത്രം നടപടിയെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. പാലക്കാട് മണ്ണാർക്കാട് നിയന്ത്രണം വിട്ട് കാറിടിച്ച് 6 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് 3 കാറുകളും ഓട്ടോയും സ്കൂട്ടറും. സ്കൂട്ടർ യാത്രികയെ കാർ ഇടിച്ച് തെറിപ്പിച്ചു. കാറിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പുറത്ത്. ബീഹാറിൽ നിയമസഭാ പോര് പാരമ്യത്തിൽ. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി. മഹാസഖ്യം നുണകളാൽ കെട്ടിപ്പൊക്കിയത്. വികസനത്തിന് NDAക്ക് വോട്ട് ചെയ്യണമെന്നും മോദിയെയും കുറച്ചുദ്യോഗസ്ഥരുമാണ് ബീഹാർ ഭരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. ബീഹാർ പ്രചാരണത്തിനിടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മീൻ പിടിക്കാൻ ഇറങ്ങി രാഹുൽ ഗാന്ധി.
ബെഗുസറായിൽ പുഴയിലിറങ്ങിയത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം. രാഹുലിനൊപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുകേഷ് സാഹ്നിയും കനയ്യകുമാറും. മെക്സിക്കോയിൽ തീപിടുത്തത്തിൽ കുട്ടികളടക്കം 20-ലധികം പേർ വെന്തുമരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കടയിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം. അനുശോചിച്ച് മെക്സിക്കൻ പ്രസിഡന്റ്. പശ്ചിമ ഇംഗ്ലണ്ടിൽ ട്രെയിനിനുള്ളിൽ കത്തിക്കുത്ത്. ആക്രമണത്തിൽ 10 പേർക്ക് പരിക്ക്. 2 പേർ പിടിയിലാക്രമണം ഹണ്ടിംഡങ്ങിലേക്കുള്ള ട്രെയിനിൽ. ആശങ്ക രേഖപ്പെടുത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിലെ സ്ഥിതി അതീവ ഗുരുതരം. കൊടും ക്രൂരത തുടർന്ന് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ജർമ്മനിയും ജോർദാനും ബ്രിട്ടനും. സുഡാനിൽ കൂട്ടക്കൊല നടത്തുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് പിന്നിൽ UAE എന്ന ആരോപണം. ലക്ഷ്യം സുഡാനിലെ സ്വർണ്ണ ഖനികളാണെന്ന് വിമർശനം. UAEക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ബഹിഷ്കരണ ആഹ്വാനം. ആരോപണങ്ങൾ പാടെ നിഷേധിച്ച് UAE. 60-ാം പിറന്നാൾ ദിനത്തിൽ പുതിയ സിനിമയുടെ ടൈറ്റിൽ റിവീൽ വീഡിയോ പുറത്തുവിട്ട് ഷാരൂഖ് ഖാൻ. കിങ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ആക്ഷൻ ത്രില്ലർ. പത്താന്റെ മെഗാ വിജയത്തിന് ശേഷം ഷാരൂഖിനൊപ്പം സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ് ഒന്നിക്കുന്നു. പാരീസിലെ ലുവ്ർ മ്യൂസിയം കവർച്ചയിൽ അറസ്റ്റിലായവരിൽ സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. 38-കാരിക്കെതിരെ ചുമത്തിയത് ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. മോഷണം പോയ ആഭരണങ്ങൾ കണ്ടെത്താനാകാതെ പോലീസ്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി നടി പാർവതി തിരുവോത്തിന്റെ ഹാലോവിൻ ഫോട്ടോഷൂട്ട്. വേറിട്ട ലുക്കിൽ അവിടെ അവൾ ഉദിക്കുന്നു എന്ന ക്യാപ്ഷനോടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. വൈറൽ പോസ്റ്റ് പാർവതി നായികയായി ഹൃതിക് റോഷൻ നിർമ്മിക്കുന്ന സ്റ്റോം റിലീസ് ചെയ്യാനിരിക്കെ. യൂറോപ്യൻ ഫുട്ബോളിൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയും പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയും കളത്തിൽ. ബാഴ്സയ്ക്ക് എൽചെ FC-യും സിറ്റിക്ക് ബേൺമൗത്തും എതിരാളികൾ. സൂപ്പർ കപ്പിൽ ഇന്ന് സൂപ്പർ സൺഡേ. ഗോകുലം FC ബംഗളൂരു FC-യെ നേരിടും. മത്സരം വൈകിട്ട് 7:30.